ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ഭാര്യ ഇന്ന് ഇവിടുന്ന് ഒരു 25 മൈലപ്പുറം ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടാൻ പോകുന്നു. രണ്ടാമത്, ഒരു മലയാളി കട അവിടെ ഉണ്ട്. അപ്പം മലയാളി കടയിൽ പോയി കുറച്ച് കേരള ഫുഡുകളൊക്കെ മേടിക്കണം. മൂന്നാമത്, വൈഫിൻ്റെ ഫ്രണ്ടിന് ഒരു ചെറിയ തോട്ടമുണ്ട്. അപ്പോൾ തോട്ടം ഒന്ന് വിസിറ്റ് ചെയ്യണം. വെതർ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ചെയ്യണം. അപ്പോൾ ഷോപ്പിന് പോകണോണ്ടാണ് വൈഫിൻ്റെ കാറ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കുറച്ച് വലിയൊരു മലയാളി ഷോപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ കാലത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന് വീണ്ടും എടുക്കുന്നത്. അല്ല, പിന്നെ ഇതിനു വേണ്ടി ഒരു പ്രാവശ്യം കൂടി പോകണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ക്യാമറയുടെ മുമ്പിലൊക്കെ വരുന്നത്. വല്ലപ്പോഴേ വരണുള്ളൂ, വേറെ ഒന്നുമില്ല, സഭാകമ്പം തന്നെ. അപ്പോൾ ബൂസ്റ്റിലോട്ട് പോകുന്ന വഴിയാണ്. ഞാൻ ഇന്ന് മോട്ടോർ വേ കൂടിയല്ല പോകുന്നത്, കൺട്രി സൈഡിൽ കൂടിയാണ് യാത്ര. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. പിന്നെ ഇന്നലെ തൊട്ട് മാസ്ക് നിർബന്ധമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഷോപ്പുകളിലും പോകുമ്പോൾ മാസ്ക് നിർബന്ധമായിട്ട് വയ്ക്കണം. അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഓഫാണ്, വീണ്ടും നാളെ ഡ്യൂട്ടി തുടങ്ങും. മലയാളി ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മലയാളി ഷോപ്പിലുള്ള കാഴ്ചകളും അരിയുടെ വില എത്രയാണ്, പയറിൻ്റെ വില എത്രയെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാം. നോക്കാം അവർ സമ്മതിക്കുകയാണെങ്കിൽ. ഇന്ന് ശനിയാഴ്ചയാണ്, വലിയ തിരക്കൊന്നും കാണുന്നില്ല റോട്ടിൽ. ഇനി ഇവിടെ നിന്ന് നമ്മൾ റൗണ്ട് അബൌട്ടിൽ 2ാമത്തെ എക്സിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിലെ 2ാമത്തെ എക്സിറ്റ് എടുക്കുക. ഇവിടെ ശരിക്കും 30 കിലോമീറ്റർ 30 മൈൽ സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. ചിലപ്പോൾ അതിൽ കൂടുതൽ വന്നാൽ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും നല്ല ക്ഷമയോടുകൂടിയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ആക്സിഡൻറ്റ് അധികം ഉണ്ടാകാറില്ല. സ്ഥലത്തിൻ്റെ പേരാണ് ആസ്റ്റ്വുഡ് ബാങ്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കുറേ റോയൽ ഹൗസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല പോഷ് ഏരിയയാണ്. ഒരു 5 രൂപ 6 രൂപയുടെ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷകരമായി ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു ഭംഗിയുള്ള വീടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് കാണാൻ. നമ്മുടെ പഴയ സ്റ്റൈലിലുള്ളൊരു വീടാണ്. ഞാൻ നോക്കട്ടെ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ആ മലയാളി ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം.
മാസ്ക് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഷോപ്പുകളിലെല്ലാം മാസ്കാണ് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഏഷ്യൻസ് മല്ലൂസിൻ്റെ ഐറ്റംസുകളാണ് ഈ കാണുന്നതെല്ലാം. ഫിഷ് മസാല 1 പൗണ്ട് 99 പൈസ. അച്ചാറുകളുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട വാങ്ങിക്കണം. പൊറോട്ട വാങ്ങിക്കുക. പിന്നെ ഈസ്റ്റേൺ മാംഗോ പിക്കിൾ 1.79. ഒരു വലിയ മാങ്കോ ഉണ്ടല്ലോ, ഇത് നിറബറയുടെ ഒരു മാങ്കോ ഉണ്ട്, നാരങ്ങച്ചാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി 3 പൗണ്ടാണ് ആ ഒരു കുപ്പിക്ക്. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ തേങ്ങാപ്പൊടിയുണ്ട്, ചക്കയുണ്ട്. ചക്ക എന്തായാലും കുറച്ച് മീൻ മേടിക്കണത്. നമുക്ക് പൊറോട്ട വാങ്ങിക്കണം. പൊറോട്ട ഈ റെസ്റ്റോറൻറ്റ് പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. പിന്നെ മസാല ദോശ ഉണ്ടല്ലോ, മസാല ദോശ ഒരു പെട്ടി മസാല ദോശ ഉണ്ട്, അടിപൊളി. അതൊക്കെ വിത്ത് കോക്കനട്ട് ചട്നി. 12 പീസ് മസാല ദോശ. എത്രയാണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. പിന്നെ പൊറോട്ട ഉണ്ട്. നമ്മുടെ പൊറോട്ട വേണമല്ലോ. ഇത് തന്നെ ഇതല്ലോ റെസ്റ്റോറൻറ്റ് പൊറോട്ട. മീനുണ്ട്, കുറച്ച് മീൻ മേടിക്കാം. നമ്മുടെ ചില്ലി പൗഡർ, കോക്കനട്ട്, നിറബറ, ഉട്ടുപൊടി, അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഓക്കെ. ഒരു കായ വറുത്തത് എത്രയാണ്? 2.79 പൗണ്ടാണ് ഈ സാധനത്തിന് വില. എന്നാലും ഓരോ വാങ്ങിക്കുക, മകനിഷ്ടമാണ്. പിന്നെ നാട്ടിലെ പാർലിജി ബിസ്ക്കറ്റ്, അത് എത്രയെന്ന് അറിയില്ല, നോക്കാം. മീൻ മേടിക്കാം. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് തായ്ലൻഡിൻ്റെ ഫുഡുകളാണ് തോന്നുന്നത്. തായ് ഫുഡുകളാണ്. ഇതൊരു ഏഷ്യൻ സ്റ്റോർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഏഷ്യൻസ് ഫുഡുകളും ഇവിടെ തന്നെ ഉണ്ട്. ഈ മലബാർ പൊറോട്ടയ്ക്ക് 1.19. വിശ്വാസ് ചപ്പാത്തി മലബാർ പൊറോട്ട 1 പൗണ്ടിൻ്റെ ഉണ്ട്. എന്തായാലും പൊറോട്ട എടുക്കാം, ഫ്രോസൺ. ഓക്കെ, ഈ പൊറോട്ടയാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പം മീനുകളുടെ വില കണ്ടോ? കിങ് ഫിഷ് 15 പൗണ്ട് 1.5 കിലോന്. കിങ് ഫിഷ് 500-ന് ഒരു പാക്കറ്റ് ഉണ്ട്, 4.5 പൗണ്ട്. അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ ഇനി കൊറോണയൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് വരണ്ടേ എന്തായാലും. അതിൻ്റെയൊക്കെയാണ് വില ഇച്ചിരി കൂടിയേക്കുന്നത്. നമ്മളിപ്പോൾ മേടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എല്ലാം അരി ഐറ്റംസാണ് മെയിനായിട്ടുള്ളത്. അരി പവിഴം എടുക്കണം, അല്ലെങ്കിൽ നിറപറയുണ്ട്, പവിഴമുണ്ട്. പിന്നെ നമ്മുടെ ബ്രാഹ്മിൻസ് ഉണ്ട്. ബ്രാഹ്മിൻസിന് 13 പൗണ്ടാണ് വില, മറ്റേതൊക്കെ 12 പൗണ്ട്. ഈ വടി അരി എന്താണെന്ന് മനസ്സിലായില്ല, ഒരേ പേരിൽ ഇറങ്ങണായിരിക്കും. എന്തായാലും പവിഴം എടുക്കാം. നല്ല അത്യാവശ്യം
സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ട്ടോ ഇവരുടെ വെജിറ്റബിൾ സെക്ഷൻസ്. അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഫിഷ് സീബ്രാസ് ബോക്സിന് 6 കിലോ 32 പൗണ്ടിന് ഒരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് എന്തായാലും വാങ്ങിക്കാം. പിന്നെ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് ഉള്ളി വാങ്ങിക്കണം. ഉള്ളിക്ക് എൻ്റെ പിന്നെ 8 പൗണ്ടാണ്. 8 പൗണ്ട്. ഇഞ്ചി നോട്ട് ബാഡ്, 2.5 പൗണ്ട് ഉള്ളു. നമ്മുടെ നാട്ടിലുള്ളിക്ക് 8 പൗണ്ടാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇത് ഇത്രയും സാധനത്തിന് 2.89. അത്യാവശ്യം ഫ്രഷാണ്. തക്കാളിക്ക് ഇതിന് 1.19 ഉണ്ട്. പച്ചമുളക് 7 പൗണ്ടാണ്. പിന്നെ മീഡിയം ഇതിന് 17 പൗണ്ടാണ് ഈ കാന്താരി മുളക്. ഇപ്പോൾ നാട്ടിലെ പയറാണ്. വില 1.50 അല്ല 1.50 അല്ല 7.50 കിലോ വരുന്നത്. ഈ ഷോപ്പുള്ളത് വൂസ്റ്ററിലാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഷോപ്പിൽ വരിക. ഇവിടെ ഫിഷൊക്കെ അത്യാവശ്യം വിൽക്കുന്നുണ്ട്. പരിപ്പ് പയറ് കാര്യങ്ങളെല്ലാം. ബുച്ചർ ഷോപ്പ് വൈകുന്നേരമായപ്പോഴേക്കും ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ ബുച്ചർ ഷോപ്പ് നമുക്ക് കണ്ടേണ് ക്ലീനിങ് ആണ്. അടിപൊളി ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഏകദേശം 100 പൗണ്ട് അടുത്തായി. 2 ചാക്ക് അരി, മീൻ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ തന്നെ. ഇനി വൈഫിനെ എടുക്കാൻ പോകണം ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടങ്ങാം.